അവൻ നിന്നെ ഒന്ന് അടിച്ച് അത്രയല്ലേ ഉണ്ടായുള്ളൂ, വേറെ ആരുമല്ലല്ലോ. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് തന്നെയല്ലേ. ഇതിപ്പോൾ തോന്നിയ പോലെ വേണ്ടെന്നൊക്കെ വെക്കാന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായമായത്? അതിനാണോ ഇത്രയും വേറെയും കൂട്ടി വലിയ ആർഭാടമായിട്ട് നിശ്ചയം നടത്തിയത്? വെറുതെ ഒന്ന് അടിച്ചതല്ലേ ഉള്ളു, വേറൊന്നും അല്ലല്ലോ. അങ്ങനെ ആണുങ്ങളാകുമ്പോൾ അങ്ങനെ അടിച്ചെന്നൊക്കെ വരും. എനിക്ക് തോന്നുന്നിപ്പോൾ അവൻ നല്ലൊരു ആങ്കൊച്ചാണ്, നിന്നെ നിലയ്ക്ക് നിർത്താനുള്ളൊരു കഴിവ് അവനുണ്ട്. എങ്ങനെ? അപ്പം നീ അത് പോസിറ്റീവായിട്ട് അവൻ എടുക്കാം. നിൻ്റെ അച്ഛൻ തന്നെ എന്നെ എത്ര വട്ടം അടിച്ചേക്കാം, എന്നിട്ട് ഞാൻ പോയോ? അതുകൊണ്ട് എന്താ, ഞാനിപ്പം നല്ല സുഖമായിട്ട് ഞാൻ ജീവിക്കുന്നു. നിൻ്റെ ഈ വകത്തിലുള്ള നിൻ്റെ ഈ ചില സ്വഭാവങ്ങൾ എനിക്ക് പിടിക്കത്തില്ല. എനിക്ക് തോന്നിയിട്ട് നിന്നെ ഏൽപ്പിക്കാൻ പറ്റിയ നല്ലൊരു ചെറുക്കനാണ് അവൻ. എനിക്ക് തോന്നുന്നു, ഇതൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. ഒന്ന് അടിച്ചെന്നും പറഞ്ഞ് കല്യാണം വേണ്ടെന്ന്. എന്തുവാ ഇത്? ആണുങ്ങളാവുമ്പോൾ അങ്ങനെ അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യും. അത് അവർക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്. നീ അതെന്താ മനസ്സിലാക്കാത്തത്? നീ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് പറഞ്ഞാൽ ആണുങ്ങൾ ഒരുത്തന്മാർക്കും അത് ഇഷ്ടപ്പെടത്തില്ല ഗായത്രി. ഞാൻ അത് പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. അവന് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അവൻ നിന്നെ അടിച്ചത്. ഇതിപ്പോൾ ഒരു പല്ലൊന്ന് പൊഴിഞ്ഞു പോയതല്ലേ ഉള്ളൂ. നീ ഇപ്പോൾ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം എന്തോ? ഒരു പല്ല്, കുഞ്ഞുനാളി പല്ല് പൊഴിയാറില്ലേ? അതാരെങ്കിലും അടിച്ചിട്ടാണോ? പല്ല് പൊഴിയാനുള്ളതാ, അതിപ്പോൾ ആരും അടിച്ചിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് ഇതങ്ങ് കള. അവനൊരു മസാല ദോശയോ പൊറോട്ടയോ എന്താണെന്ന് വെച്ചാൽ അവൻ വാങ്ങിച്ചു തന്നാൽ ഇതങ്ങ് കളഞ്ഞേക്കണം, കേട്ടല്ലോ. ഇനി മേലെ ഈ വക സംസാരം വെച്ചാൽ അമ്മയടുത്തോ അച്ഛനടുത്തോട്ട് വരരുത്. അച്ഛനല്ലോ അറിഞ്ഞ ഇത് മതി, കേട്ടല്ലോ. അവനെ കൊണ്ട് വേണമെങ്കിൽ ഒരു കുഴിമന്തിയൊക്കെ വാങ്ങിച്ചാൽ അത് കളയേക്കളെ, അതങ്ങ് അവിടെ കള.